നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു സമൂസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ആദ്യം ഇതിനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1 ടീസ്പൂണൊക്കെ ഇഞ്ചി അരിഞ്ഞതുണ്ട്. വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 3 എണ്ണമൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞതുപോലെ ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത് 2 എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴന്നു വന്നോട്ടെ. ഇഞ്ചിന്റെ മുളകിന്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞത് തന്നെയാണ്. അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 1/4 കപ്പൊക്കെ ഉണ്ട്. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വഴന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് വീതം ബീൻസും ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞത് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വീതം ഗ്രീൻ പീസും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. ഇതല്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉപയോഗിക്കാം. അതല്ല ഇനി ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് ഉള്ളതെങ്കിൽ അത് നന്നായിട്ട് വേവിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് ചെറുതാക്കി അരിഞ്ഞ് കുറച്ച് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ ഈ പച്ചക്കറികൾ വെന്ത് വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വേകാതെ ആകും. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അതല്ലെങ്കിൽ മുഴുവനോടെ വേവിച്ചിട്ട് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എരിവൊക്കെ ഒന്ന് നോക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറികളൊക്കെ ഈ അളവിൽ തന്നെ എടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പച്ചക്കറികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ മുറിച്ചിട്ടാണ് വേവിച്ചിടുന്നതെങ്കിൽ. ഇനി നമുക്ക് സമോസയ്ക്ക് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇത് മുഴുവനോടെയാണ് ചേർക്കുന്നത്. ഇനി അതെല്ലാം ഒന്ന് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സമോസയ്ക്കുള്ള ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സമോസയ്ക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് സമോസയ്ക്കുള്ള ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ നിറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂൺ നിറച്ചും. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം, പൊടിയും ഉപ്പും കൂടെ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് മൈദ കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ലൂസായിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മാവ് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പരന്ന എന്തെങ്കിലും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂണൊക്കെ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണയും കൂടെ ചേർത്ത് കുഴക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. നമുക്ക് കുഴയ്ക്കാൻ എളുപ്പം ഉണ്ടാകും. ഒരു 10 മിനിറ്റ് ഒക്കെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഇതേപോലെ ആദ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് കുഴയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് റോൾ ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. 10 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ. എന്നാൽ മാത്രമേ നമ്മൾ പരത്തുന്ന സമയത്ത് ഇത് വലിഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. മാവ് ഞാനിവിടെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ആദ്യം സ്ട്രെച്ച് ചെയ്ത് കുഴച്ചു. അത് കഴിഞ്ഞിട്ട് റോൾ ചെയ്തിട്ട് കയ്യിലൊട്ടി പിടിക്കുമ്പോൾ റോൾ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ
റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്. മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞൊരു തുണി ഇതിന് മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കണം. ഇതിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ച് കുഴച്ചെടുക്കാം. ഇപ്പോഴും ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. 5 മിനിറ്റ് ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം. ഒരു കൈ കൊണ്ട് അമർത്തി പിടിക്കുക, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റിയാൽ മതി. നന്നായിട്ട് വലിച്ച് ബോളാക്കി എടുക്കണേ. കൂടുതലായിട്ടുള്ള ഭാഗം അടിയിലേക്ക് വലിച്ചു പിടിച്ച് വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചിട്ട് ഒരു അരമണിക്കൂറും കൂടി ഒന്ന് മാറ്റിയേക്കാം. ഇതിപ്പോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് അതല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ പരത്തേണ്ട. ആദ്യം കുറച്ച് കനത്തില് ചെറിയൊരു വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തൊരു 10 മിനിറ്റ് ഒക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പരത്തുന്ന സമയത്ത് മാവ് നന്നായിട്ട് പരത്താൻ പറ്റും. അല്ലെങ്കിൽ മാവ് ഉള്ളിലേക്ക് വലിഞ്ഞ് വട്ടത്തിലായി വരികയില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു വലുപ്പത്തിൽ ഇതേപോലെയുള്ള ഒരു 3 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. 3 എണ്ണം ഒരുമിച്ച് പരത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരെണ്ണം എടുത്ത് വെക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദയൊന്ന് തൂവി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത പരത്തി വെച്ചിരിക്കുന്ന ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഒന്ന് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. അതേപോലെ ഇതാ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്കും കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവിയിട്ട് ഇനി ഇത് നന്നായിട്ട് കുറച്ച് വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ പാനിന്റെ വലിപ്പം കൂടി ഒന്ന് മനസ്സിൽ കരുതണേ. എന്നിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ അതിലും ചെറുതാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പാനിന്റെ വലിപ്പത്തിനനുസരിച്ച് പരത്തിയെടുത്താൽ മതി. നമുക്ക് ഒരു സമൂസേന്റെ ഷീറ്റിന് വേണ്ടത് 8 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയാണ്. ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ ഒരെണ്ണം വട്ടത്തിൽ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2 എണ്ണോ 3 എണ്ണോ മുറിച്ചെടുക്കാൻ പാകത്തിന് അത്രയും വലുപ്പത്തിൽ പരത്തിയെടുത്തോ. ഒരെണ്ണത്തിൽ നിന്ന് എന്തായാലും ഒരു 3 എണ്ണൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുമേ. ഇനി പാൻ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണൊക്കെ മുറിച്ചെടുക്കാൻ പാകത്തിന് പരത്തിയെടുത്താൽ മതി. അപ്പൊ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ഒരു ഭാഗം ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം ഒരു 30 സെക്കൻഡ് ആയിക്കോട്ടെ. വേണമെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ഈ ഭാഗം ഒരു 30 സെക്കൻഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോ 3 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടായിരുന്നല്ലോ പരത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതില് ഓരോന്നും നമുക്ക് മാറ്റിയെടുക്കാം. ഇതിന്റെ സൈഡ് ഭാഗം ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഓരോന്നും വേറെ വേറെ ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് പിടിച്ചിട്ട് പതുക്കെ ഒന്ന് ഇത് മുറിഞ്ഞു പോകാതെ പതുക്കെ അങ്ങ് ഇളക്കിയെടുത്താൽ മതി. ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നുള്ളൂ. നമ്മൾ കിട്ടില്ല എന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരെണ്ണം പതുക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 30 സെക്കൻഡൊക്കെ വേവിച്ചെടുത്താൽ മതി. അതിൽ കൂടുതലായി പോകണ്ട. ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഒരു 30 സെക്കൻഡൊക്കെ വേവിച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ബലം പ്രയോഗിക്കാതെ പതുക്കെ ഇതങ്ങ് പൊട്ടിപ്പോകാതെ വേറെ വേറെ ആക്കി എടുക്കാം. അപ്പൊ ഒരേ സമയത്ത് തന്നെ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണിയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഷീറ്റും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് മുറിച്ചെടുക്കാം. നീളം ഒരു 8 ഇഞ്ചും വീതി ഒരു 3 ഇഞ്ചും വരുന്ന രീതിയിൽ, ഏകദേശം ആ ഒരു സൈസിൽ വരുന്ന രീതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ. എന്റെ ഇപ്പോൾ ചെറിയൊരു പാൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ 2 ഷീറ്റ് കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഷീറ്റ് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതല്ല കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. ഷീറ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ എല്ലാ ഷീറ്റും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആവുന്നൊരു 21 ഷീറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഷീറ്റ് ഓരോന്നും ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ നനച്ചു വെച്ചിരുന്ന ടവലില്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഷീറ്റ് നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് എടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എടുത്തു വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് സിപ്ലോക്ക് കവറില്ല, അതല്ലെങ്കിൽ
ഷീറ്റ് ഒട്ടിക്കാനുള്ള മാവും കൂടി ഒന്ന് കലക്കി വെക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 50 ml വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി സമോസ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലങ്ങ് മടക്കാം. അതിന്റെ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ പുറത്തേക്ക് നിൽക്കുന്നത്, അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഈ കോർണറിൽ കൈ കൊണ്ടൊന്ന് അമർത്തി പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വീണ്ടും ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നും കൂടി ഒന്ന് മടക്കുക അപ്പുറത്തെ ഭാഗത്തേക്ക്. ഇത് കണ്ടില്ലേ ഈ രീതിയിൽ. ഇപ്പൊ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ച് വെക്കണ്ട, പാകത്തിന് വെച്ചാൽ മതി. 1.5 ടേബിൾ സ്പൂൺ ഒക്കെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഫില്ലിങ് വെച്ചതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കി ഒന്ന് അമർത്തിയിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ട്രയാങ്കിൾ ഷേപ്പില് ഷീറ്റിന്റെ മറ്റേ അറ്റത്തേക്കൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മളിപ്പോ കലക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ചൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിലങ്ങ് മടക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ വാർത്തെടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ 3 കോർണറും ഉണ്ടല്ലോ, അതും ഒന്ന് ഈ മാവിലൊന്ന് മുക്കി കൊടുക്കാം. അപ്പൊ ആദ്യത്തെ സമൂസയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണിക്കാട്ടോ എങ്ങനെയാണ് മടക്കുന്നതെന്ന്. ഇതേപോലെ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിന്റെ ആ കോർണർ ഉണ്ടല്ലോ, അവിടെ ഒന്ന് കൈ കൊണ്ട് അമർത്തി പിടിക്കുക. ഹോളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ്, അകത്തേക്ക് ഓയിലൊന്നും കയറാണ്ടിരിക്കാനും ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാണ്ടിരിക്കാനും. എന്നിട്ട് വീണ്ടും ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നും കൂടി ഒന്ന് മടക്കുക. അപ്പൊ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും. ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരുപാടായി പോകണ്ട, 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഫില്ലിംഗ് മതിയാകും. ഇതൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഭാഗത്തും കുറച്ചും കൂടി ഒന്ന് മൈദ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഈ ഭാഗത്തേക്ക് അങ്ങ് മടക്കി വെച്ചാൽ മതി. ഈ ഒരു സൈസിൽ തന്നെ നിങ്ങൾ ഷീറ്റ് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ മടക്കിയെടുക്കുക കേട്ടോ, ഒരു പ്രശ്നവും വരില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ എണ്ണ അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കോർണറൊക്കെ ഒന്ന് മാവിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാ സമൂസയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ പാനിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. വലിയ പാൻ വെക്കുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ചെറുതാണെങ്കിൽ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഇപ്പൊ എണ്ണ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ സമൂസയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, ഷീറ്റ് പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോവുകയും ചെയ്യും. ഷീറ്റിന്റെ ഉൾഭാഗത്തേക്കൊന്നും വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉൾഭാഗമൊക്കെ വേകുന്ന രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക. ഫില്ലിങ് പിന്നെ ഓൾറെഡി വെന്തതാണല്ലോ, അപ്പോൾ ഈ ഷീറ്റ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പൊ 4 സമൂസ ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് അധികം എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് അടുത്ത സെറ്റ് സമൂസയും കൂടി ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗം നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ. അതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സിബ്ലോക്ക് കവറിലാക്കിയിട്ടോ അതല്ലെങ്കിൽ കണ്ടെയ്നറിലോട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം. ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഷീറ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ജോലിയായിട്ട് തോന്നും. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സമയമുള്ളപ്പോൾ ഒന്നല്ലെങ്കിൽ ഷീറ്റ് ഉണ്ടാക്കി വെക്കുക, അതല്ലെങ്കിൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് സമയമുള്ളപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്താൽ മതി. അപ്പൊ ഈ സമോസയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.